കഴിഞ്ഞ ദിവസം വിഷുദിനത്തിൽ ഉള്ള പത്രത്തിലുണ്ടായിരുന്നു അനാഥമാക്കപ്പെടുന്ന അല്ല അനാഥരായി പോകുന്ന വൃദ്ധരെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം. അത് കൂടുതലും സംഭവിക്കുന്നത് അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ആശുപത്രികളിലാണ് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നത്. അമ്പലങ്ങളിലൊക്കെ ഉപേക്ഷിക്കുന്നവരുടെ ഒരു മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, എനിക്ക് തോന്നുന്നത് മാത്രം എൻ്റെ മനസ്സ് ഞാൻ അവരിലൂടെ കൂടെ മനസ്സുമായിട്ട് ചേർത്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അമ്പലങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഉപേക്ഷിക്കുന്ന ആൾ വിചാരിക്കും ഒരുപക്ഷെ ഈ വൃദ്ധർക്ക് അമ്പലവും പള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് ആ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രായമാകുമ്പോൾ അവർക്ക് വിശ്വാസങ്ങളൊക്കെ കൂടും. ഒരു ഏകദേശം ഒരു എന്താ പറയുക, നമ്മളുടെ ജീവിത നാളുകൾ എണ്ണപ്പെട്ടു, നമുക്കിനി ഒന്നും പ്രത്യേകിച്ച് നേടാനില്ല, ഇനി ഈശ്വരനെ ഭജിക്കുക എന്നൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോകാനുള്ള താല്പര്യം. ഇതൊന്നുമില്ലാത്ത വ്യക്തികളും ഉണ്ട് കേട്ടോ. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ ഈശ്വരനെ കൂടുതൽ അടുത്തറിഞ്ഞ് എപ്പോഴും ഈശ്വര ധ്യാനമായിട്ടൊക്കെ ഇരിക്കുമ്പം വീട്ടിലുള്ളവർ വിചാരിക്കും ഇവർക്ക് ഈശ്വരനോട് ഭയങ്കര താല്പര്യം, അതുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ട് ഉപേക്ഷിക്കാമെന്നായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അമ്പലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നതിൽ ഒരു നൈസായിട്ടുള്ളൊരു കാര്യമുണ്ട് വേറെ. ഇപ്പോൾ എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് പോകുന്നു, പറയാൻ ഞങ്ങൾ ഉപേക്ഷിച്ചതൊന്നുമല്ല, തിക്കിലും തിരക്കിലും വിട്ട് കാണാതെ പോയതാണ് എന്നും പറയാം. അപ്പം ഞങ്ങൾ പോയൊരു കഥ പറഞ്ഞോ എന്തെന്നറിയത്തില്ല. ഞങ്ങൾ ഇതുപോലെ തന്നെ പഴനിക്ക് പോയി, എല്ലാവരുമായിട്ട് പോയി. അവിടെ ചെന്ന് ഇടത്തേക്ക് പോകേണ്ടത് ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഇടത്തേക്ക് പോയി. ഇവിടുത്തെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും വലത്തേക്കും പോയി. എല്ലാ ആൾക്കാരും ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത്. അവർ രണ്ടുപേരും മാത്രം ആളുകൾക്കെതിരെയായിട്ട് സഞ്ചരിച്ച് വലതുവശത്തേക്ക് പോയി. തീർന്നില്ലേ അന്നത്തെ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം ഞാൻ, ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, ഞങ്ങൾ 3 പേരും കൂടി ഒരുപോലെ നടന്ന് കയറുക. ഹസ്ബൻഡും കുഞ്ഞും ആദ്യമേ തന്നെ മുന്നേ നടന്നു. ഞാനപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഹസ്ബൻഡ് ഷർട്ടാണ്, പിന്നെ കയ്യിലെ കുഞ്ഞും. അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് അധികം നമുക്ക് വലിയ തിരക്കൊന്നും പറയാനുമില്ല. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മൾ താഴോട്ട് നോക്കി പെട്ടെന്ന് അത് എവിടെയാ കളർ എവിടെ എന്നുള്ള ശ്രദ്ധയിലോടാണ്. അപ്പം ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്, ഇവരെൻ്റെ ഒപ്പമുണ്ട്. പക്ഷേ ഒരു പടി കയറി മുകളിലോട്ട് ചെന്ന് തിരിയേണ്ടടുത്ത് അവർ തിരിഞ്ഞു മാറിപ്പോയതാണ്. തീർന്നേ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറേ നേരം ഞാൻ നോക്കി നിന്നു. ഞങ്ങൾ 3 പേരോട് നിൽക്കുകയാണ്. അതുവഴി വരും ഇതുവഴി വരുമെന്നെല്ലാം പ്രതീക്ഷിച്ചു. ഞാനാണെങ്കിൽ ആ അമ്പലത്തിൻ്റെ ചുറ്റും ഒരു തവണ കറങ്ങി. അപ്പം ഞാനിവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ തന്നെ നിൽക്കണം, ഒരു കാരണവശാലും പോകരുത്, ഞാൻ ഇവിടെ തന്നെ വരും, മാറല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തിയിട്ട് ഞാൻ ആദ്യമേ പോയി മൊത്തത്തിൽ കറങ്ങി വന്നു. അത് ഞാൻ പതുക്കെ അങ്ങനെ നോക്കി ഇവരുടെ ഡ്രസ്സിൻ്റെ കളറൊക്കെ നോക്കിയാണ്. ഇവിടെ ഒരു രക്ഷയില്ല. ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഹസ്ബൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. ആയിക്കോട്ടെ, പിന്നെ അനൗൺസ് ചെയ്ത് ഒരു രക്ഷയില്ല. ഞാനും ഹസ്ബൻഡും കുഞ്ഞും മാത്രം ആ ദിവസം വൈകുന്നേരം ഞങ്ങൾ കയറിയതാണ്. ആ ദിവസം അമ്പലത്തിൽ കയറിയില്ല. പക്ഷേ അച്ഛനും അമ്മയും എന്ത് ചെയ്തു, അവർ ഏതൊക്കെയോ വഴിയിൽ കൂടെ അകത്ത് കയറി തൊഴുത് അവരറിഞ്ഞ് സുഖമായിട്ട് പോന്നു. ഞങ്ങൾക്ക് ടെൻഷൻ കൊണ്ട് വയ്യ. ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നു, അവിടെ കാത്തിരിക്കുന്നു. ലാസ്റ്റ് കുഞ്ഞ് ക്ഷീണിക്കുകയല്ലേ, ഇത്രയും മണിക്കൂറുകളായി. അപ്പം പറഞ്ഞ് ഞങ്ങളെ റൂമിലാക്കിയിട്ട് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ റൂമിലാക്കി ഫോണൊക്കെ ഇട്ട് പോയി. അപ്പോൾ ചെന്നപ്പം വിളിച്ചു നോക്കി. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നു, ചെറിയ ഫോൺ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി ഞങ്ങളുടെയൊക്കെ ഫോൺ റൂമിൽ വെച്ചിട്ടാണ്. അപ്പം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും അവർ ഇറങ്ങി വരികയാണ് തിരിച്ച്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളൊരു കാര്യത്തിന് പോയാൽ നിങ്ങൾ തൊഴാതെ വരാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്നായിരുന്നു ഞങ്ങളുടെ നേരെ ഉണ്ടായ ചോദ്യം. ഞങ്ങൾ തൊഴുതു, നിങ്ങൾ തൊഴാത്തേക്ക് ഞങ്ങളുടെ കുഴപ്പമില്ല, ഞങ്ങളെ നോക്കിക്കാൻ ആര് പറഞ്ഞു എന്ന് ചോദ്യത്തിൽ ഹസ്ബൻഡ് നടുങ്ങിപ്പോയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ആവുന്നത്ര ഹസ്ബൻഡിനോട് പറഞ്ഞു. അവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവരകത്ത് കയറിയിട്ടുണ്ട്. കാരണം ഒരാളായിട്ടല്ല, 2 പേരൂടല്ലേ.
അവർ രണ്ടുപേരോടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവർ ഉറപ്പായും നമ്മളെ കൂട്ടം തിരിഞ്ഞു പോയി എന്നറിയാം. പക്ഷേ അവരകത്ത് കയറും, അവർ കാണാനുള്ളവരെ കണ്ടിട്ട് തിരിച്ച് വരും. നമ്മൾ പക്ഷേ കയറത്തുമില്ല, ഇങ്ങനെ നിന്ന് സമയം പോകും. അമ്പലം അടച്ച് അവിടുത്തെ പൂജാരികളൊക്കെ വീട്ടിൽ പോകുന്നത് വരെ ഞങ്ങൾ കണ്ടു. അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്ര കഴിവുള്ള ആളുകളും ഉണ്ട്, പ്രായം എന്നുള്ളൊരു പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എന്താണ് തിക്കിലും തിരക്കിലും പെട്ട് പോയി എന്നൊക്കെ ഒരു കാര്യം പറയാനും ആകും. അപ്പം എല്ലാവരും കൂടെ പോയി. അത് ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ തിരക്കി അന്വേഷിച്ചു, പക്ഷേ ആളിനെ കാണാനില്ല എന്ന രീതിയിൽ ഇട്ടിട്ട് പോവാം. അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്. അങ്ങനെ അറിയാതെ പെട്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഉത്തരവാദിത്തം കാണിച്ച് അവരെ കൊണ്ടേ നമ്മൾ എന്തായാലും തിരിച്ചു വരും. ഇപ്പം ഞങ്ങൾ ഹസ്ബൻഡ് ഞങ്ങൾ ചിന്തിച്ചു, ഇപ്പം കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാം. താഴെ വന്ന് ഞങ്ങൾ റൂമിൽ വന്ന് അവിടെ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്, ഒന്നുകൂടെ പോയിട്ട് നോക്കിയിട്ട് വന്നു പറഞ്ഞു. ഏതായാലും ഭാഗ്യത്തിന് അവരെ കിട്ടി. അപ്പം അല്ലാതെ തന്നെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കുക എന്നതിൽ എനിക്ക് അതിലൊരു പൂർണ്ണമായിട്ട് ഞാൻ ഈ ഉപേക്ഷിക്കപ്പെടുന്ന ആൾക്കാരെയോ ഉപേക്ഷിക്കുന്ന ആൾക്കാരെ ഞാൻ തെറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പൊതുവെ എന്താണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് കൂടുതലും അതിനെ ആശ്രയിക്കുക, അല്ലേ? സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാശുള്ളവരെന്തായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുള്ളൂ, അവർക്ക് എല്ലാത്തിനും കാശുണ്ടല്ലോ. അപ്പോൾ അല്ലാതുള്ളവർക്കാണ്. അപ്പോൾ ഒരു അസുഖമൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോളം വരും. ഈ മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കൂടെ ഒരാൾ നിൽക്കുക എന്ന് പറയുന്നത് നല്ല ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡൊക്കെ കിട്ടും. ഇപ്പം സംഘടനകളൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിലും ഒരാൾ മെനക്കെട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ, അത് മാസങ്ങളോളം നിൽക്കുക എന്ന് പറയുമ്പോൾ, ആ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആ കുടുംബത്തിലെ ഒരാളാണ്. ആ സ്ത്രീക്ക് ഭർത്താവ് മക്കളും കാണും. അവരുടെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുകയില്ല. പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഇപ്പം ഒരാണാണ് നിൽക്കുന്നതെങ്കിൽ അയാളുടെ ജോലി അതോടുകൂടി പോയി കിട്ടും. അയാളുടെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇയാൾ ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, ആ കുടുംബം പട്ടിണിയാവും, ഭാര്യയും മക്കളും പട്ടിണിയാവും, അല്ലേ? ഭാര്യയ്ക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം, പക്ഷെ അവർക്ക് കിട്ടുന്ന ആ വരുമാനവും വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം കൂടെ ഒരുപക്ഷെ നോക്കി നടത്താൻ വളരെ പ്രയാസപ്പെടും. ചിലർ മനസ്സോടെയൊക്കെ ഉപേക്ഷിക്കുന്നവർ കാണും. നമ്മൾ ഒരിക്കലും അങ്ങനെ ഉപേക്ഷിക്കുന്നു എന്നാലും എന്തൊരു മക്കളാണ് അല്ലെങ്കിൽ മകനാണ് മകളാണെന്നൊന്നും ചോദിക്കില്ല. കാരണം അവരുടെ സാഹചര്യം എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റണമെന്നില്ല. ശരിയാണ്, ആ ഉപേക്ഷിക്കപ്പെടുന്ന ആൾക്കാരുടെ മനസ്സ് നമ്മൾ നോക്കണം, ശരിയാണ്. പക്ഷേ ഈ മക്കൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഒത്തിരി മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും മാറി മാറി നിൽക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ കാശുള്ളവരാണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു തുക ഉണ്ടാക്കിയിട്ട് എത്ര രൂപ വെച്ച് തരണം, അത് ഒരാളെ ഏൽപ്പിക്കാം, ഇല്ലേ? ഇപ്പം പ്രായമായവരെ നോക്കാനൊക്കെ നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ നിർത്താം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനൊന്നും മാർഗ്ഗമില്ലാതെ ഒരാളെ ഉള്ളൂ നോക്കാൻ, സാഹചര്യങ്ങളൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നതും ഉണ്ടാവാം. പിന്നെ ചിലരുണ്ട്, എന്തിനാണ് ഇതുങ്ങളെയൊക്കെ നോക്കുന്നത്, അടങ്ങണം കിടക്കട്ടെ, ആരെങ്കിലുമൊക്കെ വല്ലതും കൊടുത്തു. ഹോസ്പിറ്റലല്ലേ, അടുത്തുള്ളവരൊക്കെ മനസ്സിലാകും കുറച്ച് നേരം കഴിയുമ്പോൾ ആരും നോക്കാനില്ല. അപ്പം അവിടെ ഉള്ളവരൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും എന്ന് കരുതി നികൃഷ്ടമായ മനസ്സോടുകൂടി ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ഒരിക്കലും ഞാൻ പറയുന്നില്ല അച്ഛനും അമ്മയ്ക്കും ചിലവിന് കൊടുക്കണ്ടെന്നോ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ഉപേക്ഷിക്കാം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചിലവർ അങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ്. അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും ചിലപ്പം കാണില്ല. ചിലപ്പോൾ അവർക്കൊന്ന് കയറി കിടക്കാനൊരു വീടുണ്ടാവില്ല. ചിലപ്പം ഏതെങ്കിലും ചെറിയ വാടക വീട്ടിലായിരിക്കാം അവർ താമസിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു കുറ്റം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവർക്ക് ഏത് രീതിയിലും ഒരു പ്രശ്നത്തെ വളച്ചൊടിച്ച് കുറ്റങ്ങളിലേക്ക് എത്താം. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് പലപ്പോഴും പല കാര്യങ്ങളും അറിയാതെ പോകുമ്പോൾ
ഒരുപാട് പേര് ക്രൂശിക്കപ്പെടുന്നുണ്ട്. അത് ഉറപ്പ് കാര്യമാണ് അല്ലേ. പിന്നെ ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, വൃദ്ധരെ പുഴു അരിച്ച് കിടക്കുന്നു, നോക്കാൻ ആളില്ല, കെട്ടിയിട്ടു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ കെട്ടിയിടുന്നതും അങ്ങനെ മോശാവസ്ഥയിലൊക്കെ കിടക്കുന്നതും ഒക്കെ ഒരിക്കലും നല്ല കാര്യമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പ്രായമായ ആളുകൾ, നിങ്ങളെന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ, ആർക്കെങ്കിലും അങ്ങനെ പ്രായമായ ആളുകളെ നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരെയൊക്കെ ഏറ്റെടുക്കാൻ ഒരുപാട് മന്ദിരങ്ങളും മറ്റും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നിശ്ചിത തുക അടച്ച് നിങ്ങളുടെ ബന്ധുക്കളെയോ അച്ഛനെയോ അമ്മയൊക്കെ കൊണ്ടുവന്ന് അവിടെ ആക്കാം. അപ്പോൾ അച്ഛനും അമ്മയുടെയും പ്രായത്തിലുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെ അവർ കഴിഞ്ഞോളും. അത് എന്ത് സാഹചര്യമായാലും, ഇപ്പം വീട്ടിൽ സ്വന്തമായി വീടില്ലെന്നോ അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ട ബുദ്ധിമുട്ട് കൊണ്ട് നോക്കാൻ പറ്റുന്നില്ല, ഭാര്യയ്ക്കും നോക്കാൻ പറ്റില്ല, ഭാര്യ വയ്യാതിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗതിമന്ദിരങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, വൃദ്ധസാധനങ്ങളൊക്കെ. അവിടെ കൊണ്ടുവന്ന് അവരെ ചേർക്കുക. ഒരിക്കലും അച്ഛനും അമ്മയൊന്നും നമ്മളെ അങ്ങനെ ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മളെ ശപിക്കുകയില്ല. കാരണം അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, സാഹചര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെ സ്നേഹത്തോടു കൂടി കൊണ്ടാക്കുക. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും സൗകര്യം അവിടെ അവർക്ക് സംരക്ഷണവും കിട്ടുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവരെ ചെന്ന് കാണുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മളൊരു ഉപേക്ഷിക്കുക എന്നതിലൊന്നും ഒരു പൂർണ്ണമായിട്ടും അതൊരു യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. പലപ്പോഴും ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത, അല്ലെങ്കിൽ മനസ്സ് അതേക്കുറിച്ച് ചിന്തിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ കൂടുന്നൊരു മോശമാണ്, അങ്ങനെയൊക്കെ ചിന്താഗതി ഉള്ളവരായിരിക്കും എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് കണ്ടില്ല, കാണാതെ പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് കരുതിയിട്ട് ചില മനസ്സുകളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പം ആരെങ്കിലും അച്ഛനെയും അമ്മയും വേണ്ട, ഉപേക്ഷിക്കാമെന്ന് കരുതിയാൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് ഒരുപാട് നല്ല മനസ്സുകളുമുണ്ട്. അപ്പം ആ മനസ്സുകളിലേക്ക് ഈ കൈകൾ കൊടുക്കുക, അവരവിടെ കഴിഞ്ഞോട്ടെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതം നോക്കിക്കോളൂ. ഇപ്പം എന്തെങ്കിലും ഒരു അസൗകര്യത്തിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയും മാറ്റി നിർത്തുന്നവർ ഓർക്കുക, നിങ്ങൾക്കും നാളെ ഇതേ അവസ്ഥ ഉണ്ടാകും. അത് ഉറപ്പ് കാര്യമാണ് അല്ലേ. നിങ്ങൾക്ക് നാളെ ഈ അവസ്ഥ ഉണ്ടാകും, നിങ്ങൾ ഈ പ്രായത്തിൽ എത്തിച്ചേരും, അതിലൊരു മാറ്റമില്ല. പിന്നെ ഈ മാതാപിതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സമയത്ത് ചെറുപ്പമായിരുന്ന ഒരു പ്രായമുണ്ട്, ഭാര്യയായിരുന്ന ഒരു പ്രായമുണ്ട്, മരുമകളായിരുന്ന ഒരു പ്രായമുണ്ട് അല്ലേ. ആ പ്രായത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും, ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. അതിനുശേഷം നിങ്ങളൊരു അമ്മായിയമ്മയാകുന്ന ഒരു ടൈമുണ്ട്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മരുമക്കളോട് നല്ല രീതിയിലായിരുന്നോ പെരുമാറിയിരുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു വയ്യാഴിക വന്ന് തൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരും. ആ സമയത്ത് ഇതെല്ലാം ആലോചിക്കും. അതുവരെ ആരും ആലോചിക്കില്ല. ഇന്ന് ഞാൻ, നാളെ നീ എന്നാണ് തത്വം. അത് ഉറപ്പ് കാര്യമാണ്. അപ്പോൾ ഉപേക്ഷിക്കപ്പെടുന്നവരെല്ലാവരും വിഷമിച്ച് അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനാണ് ഞാനിപ്പോൾ ഇതും കൂടെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമയമുണ്ട്, വാർദ്ധക്യം എന്ന് പറയുന്ന സമയമുണ്ട്, ഒരു വയ്യാഴിക വരുന്ന സമയമുണ്ട്. ആ സമയത്ത് തൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാൻ പാടില്ല. നഷ്ടങ്ങളെക്കുറിച്ചൊന്നും ഓർക്കണ്ട. താൻ സന്തോഷിച്ചിരുന്ന, ആസ്വദിച്ചിരുന്ന നല്ലൊരു ലൈഫ് തനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അവസ്ഥ വയ്യാഴിക വന്നതുകൊണ്ട് മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അല്ലെങ്കിൽ താൻ ഹാപ്പി ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കണം. ഈ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ആർക്കും എടുത്ത് മാറ്റി വെച്ചിട്ട് പഴയ കാലമൊന്നും തരാൻ പറ്റില്ല അല്ലേ. എനിക്ക് വാർദ്ധക്യം വേണ്ട, ഞാൻ എപ്പോഴും ചെറുപ്പമായിരിക്കാം, നടക്കുന്ന കാര്യമല്ല. ഇത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ ആവണം.
അപ്പോൾ അതിനായിട്ട് നമ്മൾ കരുതിയിരിക്കുക. നമ്മൾ ആ ഒരു കാലത്തെ ഉൾക്കൊള്ളുക, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു വിഷമവും ഉണ്ടാവില്ല. നമ്മളെ അസുഖങ്ങൾ വരുന്നു, അതനുസരിച്ച് മരുന്ന് കഴിക്കുക, അത്യാവശ്യം വ്യായാമം ചെയ്യുക. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇരുന്ന് അല്ലെങ്കിൽ കിടന്ന് പോകരുത്. കാരണം കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് നമ്മളെ മരണം വന്ന് വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഒരു കിടന്ന് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ചിലരുണ്ട് വയ്യ, കാല് വയ്യ, അതുകൊണ്ട് അനങ്ങത്തില്ല, അവിടെ തന്നെ ഇരിക്കും. ആ വാശി പിടിച്ച പോലാണ്. ചിലരും കാല് പൊക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാവും കാല് പൊക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്? എനിക്ക് എന്നെ വളർത്തിയ ഒരു അമ്മയെ കൂടി ഉണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, മോളെ കൊച്ചെ എനിക്ക് കൈ ഇങ്ങനെ പൊക്കാൻ വയ്യായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഒരു രോഗിയോട് ഇങ്ങനെ പറയുന്നത് കേട്ടു, കൈ ഇങ്ങനെ നിങ്ങൾ പൊക്കാൻ വയ്യെങ്കിൽ നമ്മൾ ഭിത്തിയിലൂടെ നമ്മളിങ്ങനെ മുകളിലോട്ട് ഓരോ വിരലിങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് കൈ ഉയർന്നപ്പം പോകുമല്ലോ, അങ്ങനെ മുകളിലോട്ട് കൈ ആക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ എല്ലുകളും കൈയും എല്ലാം മസിൽസും ഒക്കെ ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങും. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കൈ ഉയർത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അമ്മ അങ്ങനെ തന്നെ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. ശരിയായി. അങ്ങനെ ചെയ്തപ്പോൾ ശരിയായി. അപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് അന്ന് പ്രശ്നം. നമ്മളിപ്പം സൈക്കിളിൻ്റെയൊക്കെ ചെയിനിൽ എണ്ണ ഗ്രീസൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് സ്മൂത്ത് ആകത്തില്ലേ? അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് ഇച്ചിരി വ്യായാമമൊക്കെ ചെയ്ത് കൈയും കാലമൊക്കെ ഒന്ന് അനക്കി കൊടുത്താൽ അത് ഇച്ചിരി കൂടെ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സഹായം നൽകും. അപ്പം ആരെയും വേണ്ടാന്ന് വയ്ക്കേണ്ട കാര്യവുമില്ല. നാളെ നമുക്കും ഈ അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയൊന്ന് ചിന്തിക്കാം. ഉപേക്ഷിക്കേണ്ട, പകരം അവരെ സ്വീകരിക്കുന്ന ആളുകളെ ഏൽപ്പിക്കുക. അവർ സന്തോഷമായിട്ട് അവിടെ ഇരിക്കട്ടെ. ശരിയല്ലേ?